ഇല്ലേ ഞാൻ പാടുന്നില്ലേ? അമ്മേ എവിടെ പോവാ? സുന്ദരിച്ചെടി ഉറക്കിട്ട്. ആ അമ്മ എവിടെ പോവാ? മക്കളെ അമ്മ അച്ഛനും കൂടി ഒരു കല്യാണം ഉണ്ട്, അതിന് പോവാട്ടോ. കല്യാണം? ആ മക്കളെ പോയിട്ട് ഓടി വരാവേ. നിങ്ങളുടെ രണ്ടും ബേളം വെക്കാണ്ട് കൂടി ഇരുന്നോണോട്ടോ. കല്യാണത്തിന് പോവുകയോ? ഞങ്ങളെ കൂട്ടാണ്ടോ? അതെന്താ ഞങ്ങളെ കൊണ്ടുപോകാത്തേ? അയ്യോ മക്കളെ, ഇത് 2 പേര് കല്യാണം വിളിച്ചിട്ടുള്ളൂ, അതുകൊണ്ടല്ലേ. പിന്നെ നിങ്ങളോട് വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. എന്നെ അമ്മ ഈ പറയണേ? ഞങ്ങൾ ചെറിയ പിള്ളേരല്ലേ, ഞങ്ങൾ ആൾക്കാരായിട്ട് കൂട്ടത്തില്ലല്ലോ. അതല്ല മക്കളെ, പറയണ കേക്ക്. ഞാനും വരും, ഉറപ്പാ. പാറു എന്നാ ഞാനും വരും, എന്തായാലും വരും. നിങ്ങളെ 2 പേരെ ഞങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അമ്മേ ഇത് എന്താ? ഞങ്ങൾ ഫുഡൊന്നും കഴിക്കുന്നില്ല, എവിടെ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ. പിന്നെന്താ? എന്നാലും എവിടെയാ അമ്മേ കല്യാണം? പള്ളി വെച്ചിട്ടാ മക്കളെ, ജോസഫ് ചേട്ടന്റെ മോളുടെ കല്യാണം. എനിക്ക് മഞ്ഞ മര്യാദയോടെ ഇരുന്നോ, എന്തെങ്കിലും നിരുപ്പിട്ട് കിട്ടൂല്ലെങ്കിൽ. അമ്മേ ഞാനും വരുന്നു. അയ്യേ എന്നാ ചേച്ചി ഇല്ലാത്ത കല്യാണത്തിന് ആരെയും പോകുമുണ്ടോ? ആ ചേച്ചി, അതും പള്ളിയിലെ കല്യാണം, കുറവായിട്ട് ബിരിയാണിയാ. ഏറ്റത് കൊണ്ടുപോകാൻ പറ. അയ്യോ അയ്യോ മക്കളെ, അച്ഛൻ കല്യാണത്തിന് പോയിട്ട് വരാട്ടോ. അച്ഛാ എന്നെ വിളിക്കൊണ്ടു. അയ്യോ കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ. മക്കളോട് ഇന്ന് ടി വി ഒക്കെ കണ്ട് എന്ത് വേണേലും ചെയ്തു. എന്നെ കൊണ്ടുപോവാ അച്ഛാ, പ്ലീസ് അച്ഛാ പ്ലീസ്. അച്ഛാ അവക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ടാ. ആഹാ അത്രേ ഉള്ളോ? അതിനിപ്പോ എന്താ, അച്ഛൻ വരുമ്പോ വാങ്ങിക്കൊണ്ട് വരാട്ടോ. അയ്യോ ഒരു വാക്ക് പോലും കേട്ടില്ലല്ലോ, പോയാ? എരി മിണ്ടാതെ ഇരിക്കടി ഒന്ന്. അതായത് അവിടെ കൊണ്ടുപോയില്ലല്ലോ. എരി പാറ, നീ ഇങ്ങനെ കരയല്ലേ? നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റിയാ. നമുക്കേ ഒരു വ്ലോഗ് എടുക്കാം. എങ്ങനെയുണ്ട് ഇപ്പൊ? എന്ത് വ്ലോഗാ ചേച്ചി? എടി നമ്മുടെ തന്നെ സിസ്റ്റേഴ്സ് വ്ലോഗ്. ഹായ് ഓക്കേ വാ. ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ ചലഞ്ച് ആണ്. അതിനായി കട്ട് കട്ട് കട്ട്. എന്തിനാണ് ഈ കട്ട് പറഞ്ഞേ? അല്ലേ ചേച്ചി, എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അതോ, നീ പോയിട്ട് മുട്ടയുണ്ടോ നോക്ക്, പിന്നെ കറ്റാർവാഴ. ചേച്ചി 5 മുട്ട ഉണ്ട്. എടി ഒരെണ്ണം മതി, ബാക്കി 4 പൊരിച്ചടിച്ചോ. ആ ദേ കഴിഞ്ഞു. സാറ് എന്താ വെച്ച് വെക്കണേ? അയ്യോ ചേച്ചി, മുട്ട 3 പൊട്ടി, ഇനി ഒന്നേ ഉള്ളൂ. ഇവളെ കൊണ്ട്. ഗൈസ്, നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചെടുക്കുക, എന്നിട്ട് കറ്റാർവാഴയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. ഇതാണ് നമ്മുടെ ഹെയർ കെയർ. ഹായ് ഗൈസ്, ഇതുപോലെ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, എല്ലാ ഇടത്തും പിടിക്കണം. കട്ട് കട്ട്. എടി എങ്ങനെ നിനക്ക് എപ്പോഴും കട്ട് കട്ട് പറഞ്ഞോണ്ടിരിക്കണം? ചേച്ചി നാട്ടം മണി ചേച്ചി. അയ്യേ ഇവിടെ വീണല്ലോ, തെന്നി വീഴും നമ്മൾ. 2 മിനിറ്റോട് മിണ്ടാണ്ടിരിക്കുക, എന്നിട്ട് പോയി കുടിച്ചിട്ട് വാ. അയ്യേ അക്ഷൻ. വാവ്, അത് സുന്ദരമായി എല്ലായിടത്തും പറ്റിയിരിക്കുകയാണ്. അയ്യോ അടുത്ത പൊട്ടി, ഓടിച്ചോ. അല്ല, ഒരു കാര്യം പറയാൻ മറന്നു, എല്ലാവരും ഈ ചാനലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ലൈക്കും മറക്കണ്ട. ചേച്ചി അച്ഛനും അമ്മയും വരുമ്പോൾ നമ്മൾ എന്ത് പറയും? നമുക്ക് നല്ല ദേഷ്യം, നമ്മൾ എത്ര പാത്രം പൊട്ടിച്ച. ആടി എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്കേ ഒരു കാര്യം ചെയ്യാം, അമ്മ വരുമ്പോഴേക്കും അമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സർപ്രൈസ് ഒരുക്കിയാലോ? ആടി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വീട് ഫുള്ളൊന്ന് വൃത്തിയാക്കാം. ശരി ചേച്ചി. ചേട്ടാ നല്ല പടമായിരുന്നല്ലേ സലാറ്? അതെ അതെ, മക്കൾക്ക് എന്തായാലും നല്ല വിഷമമായിട്ടുണ്ടാവും. സാരമില്ല, അവരെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടല്ലേ. അവർക്കുള്ള ബിരിയാണി വാങ്ങി നമുക്ക് വേഗം പോവാം. എന്ത് വന്നാലും അവരെ അറിയരുത്, പിന്നെ അത് മതി. അത് പറയണോ? ഞാൻ പറയില്ല. പിടിക്കടി അങ്ങോട്ട്. ആ പിടിക്കല്ലേ. അയ്യോ പൊട്ടി പൊട്ടി, ചത്ത് ചത്ത് ചത്ത്. മക്കളെ അയ്യോ എന്റെ ടേബിള്. എന്താ അവിടെ? ഇത് എന്താണ് പിള്ളേരെ എല്ലാം കാണിച്ചു വെച്ചേക്കണേ? അത് പിന്നെ അമ്മ മിണ്ടരുത്. അയ്യോ എന്റെ കിച്ചൺ. രണ്ടിനെ വീട്ടിലിരുത്തിട്ട് പോയ വീട് തിരിച്ചു വെക്കുമല്ലോ. എങ്ങനെയാ സ്കൂളൊന്ന് തുറന്നാ മതിയായിരുന്നു. അമ്മ അറിയാണ്ട് പറ്റിപ്പോയതാ. അമ്മ ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയതാണേ. കടി അവിടെ, ഞാൻ പോയി ഒരു വടി എടുത്തിട്ട് വരട്ടെ. ചേച്ചി ഓടിച്ചു ഓടിച്ചു. ചേടാ, പിള്ളേരെ കൊണ്ട് എങ്ങോട്ടേലും പോയാൽ മതിയായിരുന്നു.